Dear students, today we are going to discuss the accounting treatment for reissue of shares. Accounting treatment for reissue of shares. റീഇഷ്യൂ ഓഫ് ഷെയർസ്. ആ വാക്ക് നോക്കുക, റീഇഷ്യൂ, രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്നു, വീണ്ടും ഇഷ്യൂ ചെയ്യുന്നു ഷെയർസ്. ഇപ്പോൾ രണ്ടാമത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്തായിരിക്കാം സാഹചര്യം? ഓൾറെഡി ക്യാൻസൽ ചെയ്ത ഷെയർസാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത്, റീ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുൻപ് ഫോർഫീറ്റ് ചെയ്ത ഷെയർസിൻ്റെ ഒരു ഭാഗമോ മുഴുവനായിട്ടോ ഇപ്പോൾ എന്ത് ചെയ്യാം, റീ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 4 സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേത് ഫസ്റ്റ് സാഹചര്യം ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ഇപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാർ ഓർ ഫേസ് വാല്യൂവിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒറിജിനലി ഇഷ്യൂഡ് മുമ്പ്, അതായത് ഫോർഫീറ്റ് ചെയ്യുന്ന അതിന് മുമ്പായിട്ട് ആ ഷെയർ ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്ത സമയത്ത് ഏത് രൂപത്തിലാണ് ഇഷ്യൂ ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ജേണൽ എൻട്രീസും എന്നുള്ളത്. അപ്പോൾ ഒറിജിനലി issued at par or at premium. അപ്പോൾ സിറ്റുവേഷൻ ശ്രദ്ധിക്കുക, മുൻപ് ഇഷ്യൂ ചെയ്തിരുന്നു, മുൻപ് ഫേസ് വാല്യൂവിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ ആദ്യമായി ഇഷ്യൂ ചെയ്ത ഷെയർസ് പിന്നീട് അതിൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്തത് കാരണം ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ അത്രയും ഷെയർ കമ്പനിയുടെ കൈവശം തിരിച്ചു വന്നു. ആ ഷെയർ ഇപ്പോൾ എന്ത് ചെയ്യാണ്, റീ ഇഷ്യൂ ചെയ്യുകയാണ്. അത് ഏതിലാണ്, അറ്റ് പാർ ഓർ ഫേസ് വാല്യൂ. സിറ്റുവേഷൻ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയാണ് എങ്കിൽ ജേണൽ എൻട്രി എന്തായിരിക്കും എന്നുള്ളതാണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതിൽ ഏത് എമൗണ്ടാണ് അവിടെ വരുന്നത് എന്നുള്ള എമൗണ്ട് റിസീവ്ഡ് ഓൺ റീ ഇഷ്യൂ. റീഇഷ്യൂവിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് എത്ര റീഇഷ്യൂവിൽ കിട്ടി എന്നുള്ളതാണ്. ഇനി ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷനിലോട്ട് വരുന്നത് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്. ശ്രദ്ധിക്കുക, 2 എമൗണ്ടുകളാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുന്നത് ബാങ്ക് എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് റീഇഷ്യൂ. രണ്ടും സെയിം ആയിരിക്കും, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഏതാ സിറ്റുവേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. മുൻപ് ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ആ ഷെയർ പാറിലോ പ്രീമിയത്തിലോ ഇഷ്യൂ ചെയ്തിരിക്കാം എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ ബി. റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. ഇനി മുൻപ് ഒറിജിനലി എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത് നോക്കുക. ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ പ്രീമിയം. അതായത് ഫസ്റ്റ് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്
പാറിലോ പ്രീമിയത്തിലോ ആണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇനിഷ്യൽ സ്റ്റേജിൽ പാറിലോ പ്രീമിയത്തിലോ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്ത കാരണം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അത് റീ ഇഷ്യൂ ചെയ്യുകയാണ് അറ്റ് എ ഡിസ്കൗണ്ട്, കുറഞ്ഞ നിരക്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക. അത്തരം സാഹചര്യത്തിൽ ജേണൽ എൻട്രി എന്തായിരിക്കും എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ശ്രദ്ധിക്കുക. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ബാങ്കിൽ എന്തായിരിക്കും വരിക? എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. റീഇഷ്യൂ. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ വരുന്നത്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ വരുന്നത് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ റീഇഷ്യൂ. ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ റീഇഷ്യൂ. ഇപ്പോഴെത്രയാണ്, പുതിയ റീഇഷ്യൂവിലെ ഡിസ്കൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി ഷെയർ ക്യാപിറ്റലിലോട്ട് വരുന്നത് എന്തായിരിക്കും? പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്. 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 ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഏതാ സാഹചര്യം? ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ പ്രീമിയം. ഫേസ് വാല്യൂവിൽ ഒറിജിനൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഒറിജിനൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡിസ്കൗണ്ടിൽ റീ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യമാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു സാഹചര്യം, സി. മൂന്നാമത്തെ സാഹചര്യം റീ ഇഷ്യൂ അറ്റ് എ പ്രീമിയം. റീ ഇഷ്യൂ at a premium. At a premium. Originally issued at par or premium. Par or premium. Par or premium. ശ്രദ്ധിക്കുക. റീഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഇപ്പോൾ ഇഷ്യൂ ചെയ്യപ്പെടുന്ന പ്രീമിയത്തിലാണ്. മുൻപ് അത് ഇഷ്യൂ ചെയ്തിരുന്നത്, ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ഇഷ്യൂ ചെയ്തിരുന്നത് ഫേസ് വാല്യൂവിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ ആണ് എന്നുള്ളതാണ്. ജേണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ബാങ്കിൽ എന്തായിരിക്കും? എമൗണ്ട് റിസീവ്ഡ്. എമൗണ്ട് റിസീവ്ഡ്. എമൗണ്ട് റിസീവ്ഡ്. എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. റീഇഷ്യൂ. ഷെയർ ക്യാപിറ്റൽ എന്തായിരിക്കും? പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂ. സെക്യൂരിറ്റി പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയത്തിൽ എന്തായിരിക്കും? പ്രീമിയം ഓൺ റീഇഷ്യൂ. പ്രീമിയം ഓൺ റീഇഷ്യൂ. റീഇഷ്യൂ. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന വീഡിയോയിലോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിൽ കിട്ടും. നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി നാലാമതൊരു സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് സിറ്റുവേഷൻ. അപ്പോൾ ഇത് സാഹചര്യം ശ്രദ്ധിച്ചോളാം. മൂന്നാമത്തെ സാഹചര്യം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. മുൻപ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയത്തിൽ ആണ് ഇത് ഇഷ്യൂ ചെയ്തതെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ദെൻ ഫോർത്ത് സിറ്റുവേഷൻ. ഫോർത്ത് സിറ്റുവേഷൻ ഡി. ഫോർത്ത് സിറ്റുവേഷൻ വേർ reissue at a discount. Reissue at a discount. ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്.
originally issued at a discount. Originally issued at a discount. ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഡിസ്കൗണ്ടിലായിരുന്നു. അതിനുശേഷം ആ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്തത് കാരണം ആ ഷെയർ ഫോർഫീറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, റീ ഇഷ്യൂ ചെയ്യുകയാണ് എന്നുള്ളത്. അത്തരം സാഹചര്യത്തിൽ ഇപ്പോൾ റീ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യത്തിലും ഏതാണ്, ഡിസ്കൗണ്ടാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും ഡിസ്കൗണ്ട് ആണ് എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കാം, ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഈ നാലെണ്ണത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണൽ എൻട്രി ഇത് മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് debtor, forfeited shares account debtor, to share capital. അവിടെ ശ്രദ്ധിക്കുക, ബാങ്കിൽ എന്തായിരിക്കും, എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ, എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. എമൗണ്ട് ഓഫ് ഒറിജിനൽ ഡിസ്കൗണ്ട്, എമൗണ്ട് ഓഫ് ഒറിജിനൽ ഡിസ്കൗണ്ട്, എമൗണ്ട് ഓഫ് ഒറിജിനൽ ഡിസ്കൗണ്ട്. അതായത് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്ത സമയത്ത് എത്രയാണോ ഡിസ്കൗണ്ട് ഉള്ളത് അതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഓൾഡ് ഷെയറിൻ്റെ പഴയത് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ളത്, അതായത് ഫസ്റ്റ് ടൈം ഒറിജിനലി ഇഷ്യൂ ചെയ്ത സമയത്ത് ഓൾഡ്. നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ആവുന്നതിന് വേണ്ടി ഓൾഡ് എന്ന് എഴുതാം. ഓക്കെ. ഇനി ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, അവിടെ എന്ത് വരുന്നത്, റീഇഷ്യൂ ഡിസ്കൗണ്ട് മൈനസ് ഒറിജിനൽ ഡിസ്കൗണ്ട്. ഇപ്പോഴത്തെ ഡിസ്കൗണ്ട് മൈനസ് മുൻപ് ഒറിജിനൽ ആയിട്ടുള്ള ഈ ഡിസ്കൗണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ്, റീഇഷ്യൂ ഡിസ്കൗണ്ട് മൈനസ് ഒറിജിനൽ ഡിസ്കൗണ്ട്. അല്ലെങ്കിൽ നമുക്കതിനെ വേറെ ഏത് രൂപത്തിൽ പറയാം, എക്സസ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ ഓവർ ഒറിജിനൽ ഡിസ്കൗണ്ട്. ഒറിജിനൽ ഡിസ്കൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്, അതായത് പണ്ട് ഇഷ്യൂ ചെയ്ത ഡിസ്കൗണ്ട് 1 രൂപയും ഇപ്പോൾ ഡിസ്കൗണ്ട് 2 രൂപയുമാണ് എങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസിൽ എത്രയാണ്, 1 രൂപ വരും. ഓക്കെ. എക്സസ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ ഓവർ ഒറിജിനൽ ഡിസ്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, അതെന്തായിരിക്കും, പെയ്ഡ് അപ്പ് ആണ്, പെയ്ഡ് അപ്പ് പോർഷൻ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, ഈ ഒരു റീഇഷ്യൂ ഡിസ്കൗണ്ട് മൈനസ് ഒറിജിനൽ ഡിസ്കൗണ്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതല്ല എങ്കിൽ അതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എക്സസ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ ഓവർ ദി ഒറിജിനൽ, അതായത് ഓൾഡ് ഡിസ്കൗണ്ട്. ഇതാണ് ജനറൽ. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഇഷ്യൂവിൻ്റെ പ്രോബ്ലംസ് വളരെ സുഖമായിട്ടും ലളിതമായിട്ടും ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് we are going to discuss treatment of balance of forfeited shares account. നമുക്കറിയാം ഓൾറെഡി ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. അതായത് കിട്ടിയ സംഖ്യ, ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ ഫോർഫീറ്റ് ആയിട്ട് കാണിക്കപ്പെടുന്നത്. അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാഭം, ആ ലാഭത്തെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്, അതായത് ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണ് കമ്പനിക്ക് വരുന്ന ലാഭം എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു
ഇക്വേഷൻ ഫോർമാറ്റാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ എന്നുള്ളത് കണ്ടെത്താൻ കഴിയും, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് എമൗണ്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചർ പ്രൊപ്പോർഷനേറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഷെയർസ് റീഇഷ്യൂ. അതായത് നമ്മൾ ആദ്യം ഫോർഫിറ്റ് ചെയ്ത ഷെയർസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇപ്പോൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ളതിൽ ഉള്ള പ്രോഫിറ്റ് മൈനസ് ലോസ് ഓൺ ഓർ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. ഇപ്പോഴത്തെ റീഇഷ്യൂവിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടോ ലോസോ ഉണ്ട് എങ്കിൽ, അതായത് ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇതിനെ തന്നെ നമുക്ക്, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ രൂപത്തിൽ ഇങ്ങനെ പഠിക്കാം. എമൗണ്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഷെയറാണോ ഫോർഫീറ്റ് ചെയ്ത് അതിൽ എത്ര രൂപയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ്. അപ്പോൾ നമ്മൾ എത്ര ഷെയർ ആ സമയത്ത് ഫോർഫീറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു, ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്, എത്ര ഷെയർ അതിൽ ഇപ്പോൾ റീഇഷ്യൂ ചെയ്തു. ഫോർ എക്സാമ്പിൾ 250 രൂപ നമുക്ക് 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും 250/50 അതിൽ 30 ഷെയർ ഇപ്പോൾ റീഇഷ്യൂ ചെയ്യണം ഇൻറ്റു 30 മൈനസ് ലോസ്. എത്രയാണോ ലോസ് ഇപ്പോൾ റീഇഷ്യൂ ചെയ്തപ്പോൾ, ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്തപ്പോൾ എത്രയാണോ ലോസ് ഓർ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ, അതിനെ തന്നെ നമുക്ക് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്തരത്തിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് വരികയാണ് എങ്കിൽ ആ ക്യാപിറ്റൽ പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, forfeited shares account debtor to capital reserve account, capital reserve account. ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ട് അതിനുശേഷം ആ ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് ഇത്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. Here there is an example for you. A company forfeited 50 shares of ₹10 each issued at 10% premium to be collected at the time of allotment, on which first call of ₹3 per share was not received. The company has not yet called up the second and final call of ₹2 per share. Give journal entries regarding forfeiture and reissue of each of the following alternative cases. ഇതേത് സിറ്റുവേഷൻ, കമ്പനി 50 ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ പോവുകയാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറാണ്, 10% 10% പ്രീമിയം ഉണ്ട്, അതായത് 1 രൂപ പ്രീമിയം. അതിൽ ഫസ്റ്റ് കോൾ 3 രൂപയും ഫൈനൽ കോൾ 2 രൂപയാണ്. ഫൈനൽ കോൾ കമ്പനി വിളിച്ചിട്ടില്ല, ഫസ്റ്റ് കോൾ വരെ മാത്രമേ കമ്പനി വിളിച്ചിട്ടുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അതിൽ നോൺ പേയ്മെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കോൾ കാരണം ആ 50 ഷെയർ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ സാരാംശം എന്ന് പറയുന്നത്. 50 ഷെയർ ഉണ്ട്, 10 രൂപയാണ് ഫേസ് വാല്യൂ, 1 രൂപ പ്രീമിയം, 3 രൂപ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ 2 രൂപ. ഫസ്റ്റ് കോൾ അടയ്ക്കാത്ത കാരണം ഫോർഫീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കോൾ വിളിച്ചിട്ടില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ എക്സാമ്പിൾ, നമ്മൾ ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ആ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 50 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഷെയർ ഫോർഫീറ്റഡ് ഷെയർസ് 50 ഷെയർ ഫോർഫീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പിന്നെ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം ഫേസ് വാല്യൂ ₹10 ആണ് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് പ്രീമിയം =1, അതായത് 10+1 എന്നുള്ള കൺസെപ്റ്റിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് എന്നും അതിൽ പറയപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് ടു ബി കളക്റ്റഡ്
അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് സമയത്താണ് പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന മറ്റൊരു ഇൻഫർമേഷനാണ് ഫെയിൽസ് ടു പേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. എന്തടച്ചിട്ടില്ല? ഫെയിൽസ് ടു പേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ കോള് കമ്പനി വിളിച്ചിട്ടില്ല, ഫസ്റ്റ് കോൾ മാത്രമേ അയാൾ ഫെയിൽ ചെയ്തിട്ടുള്ളൂ എന്നതാണ്. ഫൈനൽ കോളിൻ്റെ കാര്യം കൃത്യമായി കമ്പനി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈനൽ കോൾ നോട്ട് യെറ്റ് കോൾഡ് അപ്പ്, അല്ലേ? നോട്ട് യെറ്റ് കോൾഡ് അപ്പ് ദി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹2 per share. അപ്പോൾ വിളിക്കപ്പെട്ടുള്ള സംഖ്യ ഫസ്റ്റ് കോൾ വരെ മാത്രമേ കമ്പനി വിളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. കമ്പനി കോൾ ടിൽ ഫസ്റ്റ് കോൾ. കമ്പനി വിളിക്കപ്പെട്ടിട്ടുള്ളതാണ് കോൾ ടിൽ ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? സെക്കൻഡ് കോൾ കൺസിഡർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. നോട്ട് കൺസിഡർ സെക്കൻഡ് കോൾ. ഓക്കെ, ഇനി നോക്കുക അതിൻ്റെ എമൗണ്ടുകൾ നോക്കുക. ഫസ്റ്റ് കോള് 3, അപ്ലിക്കേഷൻ മണി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. അപ്ലിക്കേഷൻ മണി എത്രയാണ്, ഫസ്റ്റ് കോൾ എത്രയാണ്, തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10 ആണ്. നോൺ പേയ്മെൻറ്റ് പറയുന്നത് 3+2 പറയുന്നത് 3 പറയുന്നത് എന്താണ്? ഫസ്റ്റ് കോളും 2 പറയുന്നത് ഫൈനൽ കോളും. ₹5 അടച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഫോർഫീറ്റഡ് എമൗണ്ട് പറയുന്നത് 5 ആണ്. അതായത് അടച്ച സംഖ്യ എന്ന് പറയുന്നത് ₹5 എന്നുള്ളതാണ്. ₹5 എന്നുള്ളതാണ്. ഇനി നോക്കുക, ഓക്കെ, വേരിയസ് സിറ്റുവേഷൻ നോക്കുക. കേസ് 1, 30 shares were reissued ₹8 paid up at ₹9 per share. Second, 30 shares of the shares were reissued, ₹8 called up, ₹8 per share. Third one, 8 paid up, 7 per share, 8 paid up, 3 per share. Fifth one, fully paid up, 5 per share, and sixth one, fully paid 6 per share. ഇതാണ് വേരിയസ് സിറ്റുവേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോന്നും വസ്തുതപരമായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കോൾ മണി അല്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്നാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? കമ്പനി ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുണ്ട്, ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കമ്പനി കോൾ ടിൽ ഫസ്റ്റ് കോൾ, നോട്ട് കൺസിഡർ സെക്കൻഡ് കോൾ, അല്ലെങ്കിൽ നോട്ട് കോൾഡ് സെക്കൻഡ് കോൾ. സെക്കൻഡ് കോളിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് കോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് കോൾ എന്ന് പറയുന്നത് ₹2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസ് വാല്യൂ ₹10 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൾഡ് അപ്പ് പോർഷൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ ₹10 ഷെയറിൻ്റെ കോൾഡ് അപ്പ് പോർഷൻ കോൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വിളിച്ച്. സെക്കൻഡ് കോള് നോട്ട് കോൾ. ഈ സെക്കൻഡ് കോൾ പറയുന്നത് എന്താണ്? നോട്ട്, വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൾഡ് അപ്പ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? കോൾഡ് അപ്പ് പോർഷൻ ഈസ് ഈക്വൽ ടു 10 മൈനസ് വിളിക്കാത്ത പോർഷൻ ₹2. ₹8 വരെ കമ്പനി കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻ നമുക്ക് എന്തിനാണ്? ആദ്യം നമ്മൾ ഷെയർ ഫോർഫീറ്റ് ചെയ്യണം. ഷെയർ ഫോർഫീറ്റ് ചെയ്ത് ബേസ് എൻട്രി എഴുതിയതിന് ശേഷം ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഷെയറിന് ₹5 ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ റീഇഷ്യൂവിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കുക. 50 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. ഫേസ് വാല്യൂ ₹10 ആണ്. പ്രീമിയം ഉണ്ട് ₹1, 10+1 ആയിട്ടായിരുന്നു. ഫെയിൽസ് ടു പേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അതിൽ തന്നെ ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. ഫൈനൽ കോള് കമ്പനി വിളിച്ചിട്ടില്ല. സെക്കൻഡ് കോൾ അഥവാ ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. ഫസ്റ്റ് കോൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കമ്പനി കോൾ ടിൽ ഫസ്റ്റ് കോൾ, നോട്ട് കൺസിഡർ നോട്ട് കോൾഡ് ബൈ ദി സെക്കൻഡ് കോൾ. ഓക്കെ, ഫേസ് വാല്യൂ 10 ആണ്. നോൺ പേയ്മെൻറ്റ് 3+2, അതായത് ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ₹5 അടച്ചിട്ടില്ല. ബാക്കി ₹5 ഫോർഫീറ്റഡ് ഷെയർസിലേക്ക് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോർഫീറ്റഡ് ഷെയർസ് അടച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ സെക്കൻഡ് കോള് 2 രൂപയാണ്, അത് വിളിച്ചിട്ടില്ല, ഫേസ് വാല്യൂ 10. അപ്പോൾ കോൾഡ് അപ്പ് പോർഷൻ എങ്ങനെയാണ് കാണുക? കോൾഡ് അപ്പ് പോർഷൻ ഈസ് ഈക്വൽ ടു 10 ഫേസ് വാല്യൂ മൈനസ് വിളിക്കാത്ത സംഖ്യ. സെക്കൻഡ് കോളിൻ്റെ √2 വിളിച്ചിട്ടില്ല, അപ്പോൾ കോൾഡ് അപ്പ് പോർഷൻ വന്ന് 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫോർഫീറ്റ് ചെയ്യണം. അപ്പോൾ എത്ര ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്? 50 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. ബേസ് എൻട്രി for forfeiture of 50 shares. 50 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നതിനുള്ള ബേസ് എൻട്രി 50 ഷെയർ. അപ്പോൾ 50 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി. ശ്രദ്ധിക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അടയ്ക്കാത്ത സംഖ്യ ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് അടച്ച സംഖ്യ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിനോട്ട് നമ്മൾ എന്ത് ചെയ്യും? കോൾഡ് അപ്പ് പോർഷൻ ആയിട്ടുള്ള 8 രൂപ വരും. 50 ഷെയർ ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 400. അടുത്ത ഷെയർ ഫസ്റ്റ് കോൾ അടയ്ക്കാത്ത സംഖ്യ. ഫസ്റ്റ് കോൾ എത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു? ഫസ്റ്റ് കോള് 3 റുപ്പീസ് 3 രൂപ വെച്ചിട്ട് അടയ്ക്കാത്ത സംഖ്യ. 50 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 150. 50 ഇൻറ്റു 3 150 അടയ്ക്കാത്ത സംഖ്യ. ദെൻ 2 ഫോർഫീറ്റഡ് ഷെയർസ് അടച്ച സംഖ്യ നമ്മൾ കണ്ടെത്തി 5 രൂപയാണെന്നുള്ളത്. ഓക്കെ, 50 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 250. ടോട്ടൽ 400. ഇതാണ് ബേസ് എൻട്രി. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഇഷ്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ വേരിയസ് സിറ്റുവേഷൻസ് ഇതേ പ്രോബ്ലം വെച്ചിട്ട് വേരിയസ് സിറ്റുവേഷൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ റീഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 30 ഷെയർസ് were reissued. 30 ഷെയർസ് റീഇഷ്യൂഡ്. 30 ഷെയർ റീഇഷ്യൂ ചെയ്യുക. ഏതാ സാഹചര്യം? 8 paid up. Rupees 8 paid up at rupees 9 per share. ഫസ്റ്റ് സാഹചര്യം. ഓക്കെ, 30 ഷെയർ റീഇഷ്യൂ ചെയ്യാണ്. 8 രൂപ പെയ്ഡപ്പ് ആക്കിയിട്ട് 9 രൂപ പെർ ഷെയർ. 8 രൂപ വിലയുള്ളത് 9 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. അതായത് പെയ്ഡപ്പ് ഈസ് കൺവേർട്ടഡ് 8 ഫ്രം 10. 10 ഉണ്ടായിരുന്ന ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഷെയറിനെ 8 രൂപയിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം അത് 9 രൂപയ്ക്ക് എന്ത് ചെയ്യുകയാണ്? റീഇഷ്യൂ ചെയ്യുകയാണ്. വിച്ച് മീൻസ് ദർ ഈസ് എ പ്രീമിയം ഓഫ് ₹1. 1 രൂപയുടെ പ്രീമിയം ഉണ്ട് എന്നുള്ളതാണ്. 1 രൂപയുടെ പ്രീമിയം ഉണ്ട്. അപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഷെയർ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അതെന്തായി? 8 രൂപയുടെ പെയ്ഡപ്പ് ആക്കി. അതിനുശേഷം അത് 9 രൂപയ്ക്ക് വിൽക്കുകയാണ്. പ്രീമിയം ഉണ്ട്. ഓക്കെ, ജേണൽ എൻട്രി റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ശ്രദ്ധിക്കാം. ബാങ്കിൽ എന്ത് വരും? എമൗണ്ട് റിസീവ്ഡ്. ബാങ്കിൽ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റുകളൊന്നുമില്ല, ഒറ്റ തവണയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുഴുവൻ എമൗണ്ടും റിസീവ് ചെയ്യപ്പെടുന്നത്. ശ്രദ്ധിച്ചോളാം. 9 രൂപ, 8 രൂപ വിലയുള്ള ഷെയർ 9 രൂപയ്ക്ക് എടുക്കുക. ഓക്കെ, ബാങ്കിൽ റിസീവ് ചെയ്യുന്നത് 30 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു 270. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ പോർഷൻ എത്രയാണ്? 8 രൂപയുള്ളൂ. 30 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 240 രൂപ. ഇനി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എത്ര ഉണ്ടായിരിക്കും എന്നുള്ള 30 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 30. ഇനി ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട്, ഇതിലെ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഈ ഒരു റേഷ്യോ വഴി കമ്പനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അത് കാണുന്നതിന് വേണ്ടി ജനറൽ എൻട്രി ഫോർഫിറ്റഡ് ഷെയർസ്
അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയപ്പോൾ എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, ഫോർഫീറ്റ് ചെയ്തപ്പോൾ ഉള്ള എമൗണ്ട് അത് എത്രയായിരുന്നു? 150 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ്. 150 ആയിരുന്നില്ല, എത്രയായിരുന്നു നമ്മൾ ഫോർഫീറ്റ് ചെയ്തിരുന്നത്? 250 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ്, 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തിരുന്നു, ഇൻറ്റു അതിൽ എത്ര ഷെയറാണ് ഇപ്പോൾ റീഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ളത്? 30 ഷെയർസ് റീഇഷ്യൂ ചെയ്തു, മൈനസ് ലോസ് ഓൺ റീഇഷ്യൂ, അതായത് ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? പ്രീമിയത്തിലാണ് ഇഷ്യൂ. അപ്പോൾ ഇവിടെ എന്തില്ല? ഡിസ്കൗണ്ട് ഇല്ല. നോക്കുക, 250/50 ഇൻറ്റു 30. അപ്പോൾ എത്ര വരും? 50 × 30 ഈസ് ഈക്വൽ ടു 150. ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളാം. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലുള്ള എമൗണ്ട് 250 ഡിവൈഡഡ് ബൈ എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തു? 50 ഇൻറ്റു ഇപ്പോൾ എത്ര ഷെയർ അതിൽ റീഇഷ്യൂ ചെയ്തു? 30 മൈനസ് ഇപ്പോൾ റീഇഷ്യൂ ചെയ്ത് ഡിസ്കൗണ്ടിലാണോ എങ്കിൽ എത്ര ലോസ് സംഭവിച്ചു? ഇപ്പോൾ ഡിസ്കൗണ്ടിലല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ നോക്കുക, 250/50 × 30 ഈസ് ഈക്വൽ ടു 150. ഇതാണ് കേസ് നമ്പർ 1. ഇനി കേസ് നമ്പർ 2 നോക്കുക. കേസ് നമ്പർ 2, 30 ഓഫ് ദ ഷെയർസ് were reissued. 30 ഷെയർ തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്നത്. റീഇഷ്യൂഡ് ₹8 called up 8 per share. ₹8 called up 8 per share. 8 per share. 8 രൂപ വരെയുള്ള ഇത് 8 രൂപയ്ക്ക് തന്നെ എന്ത് ചെയ്യാണ്? റീഇഷ്യൂ ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതെന്തില്ല, അറ്റുപാർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അറ്റുപാർ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? 30 × 8 ഈസ് ഈക്വൽ ടു 240. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് നോക്കുക. ഫോർഫീറ്റഡ് ഷെയർസ് ടു ക്യാപിറ്റൽ റിസർവ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 50 അല്ലേ? 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ 250 രൂപ കൊണ്ട് 50 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 30 ഷെയർ നമ്മൾ എന്ത് ചെയ്യാണ്? റീഇഷ്യൂ ചെയ്യാണ്. ഇവിടെ ക്യാപിറ്റൽ ലോസ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ലോസ് ഒന്നുമില്ല. ഇപ്പോൾ റീഇഷ്യൂ ചെയ്തതിൽ ലോസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് 150. ഓക്കെ. ദെൻ കേസ് നമ്പർ 3 നോക്കുക. കേസ് നമ്പർ 3, if 30 of the shares were reissued, ₹8 paid up for ₹7 paid. Okay, 30 reissued, 8 paid up, 7 per share. ശ്രദ്ധിച്ചുക. അപ്പോൾ എന്ത് സാഹചര്യം? 8 രൂപ പെയ്ഡപ്പ് വാല്യൂള്ള ഷെയർ 7 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. 8 രൂപ പെയ്ഡപ്പ് വാല്യൂള്ള 7 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നു. ദർ ഈസ് എ ഡിസ്കൗണ്ട് ഓഫ് ₹1. 1 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതണം? ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് എഴുതണം. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നേരെ നമ്മൾ പഴയ സിസ്റ്റത്തിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് എഴുതും. അതിന് പകരം ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് തന്നെ എഴുതണം. അപ്പോൾ നമ്മൾ പണ്ട് പഠിപ്പിച്ച ഓർമ്മയിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് എന്നുള്ള രൂപത്തിൽ എഴുതി പോകും. അതെല്ലാം എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണ്? 7 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്കിൽ റിസീവ് ചെയ്യുക 30 × 7 ഈസ് ഈക്വൽ ടു 210. ദെൻ ഫോർഫീറ്റഡ് ഷെയർസ് ഡിസ്കൗണ്ട് എത്രയാണ്? 1 × 3 ഈസ് ഈക്വൽ ടു 30. ദെൻ ഷെയർ ക്യാപിറ്റൽ 8 രൂപയ്ക്ക്
8 into 30 is equal to 240. Then ഇതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ട് നോക്കാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയുണ്ട് നോക്കാം. Forfeited shares account debtor to capital reserve account. Capital reserve account നോക്കാം. 250 രൂപ കിട്ടി. എത്ര ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ, ഫോർഫിറ്റ് ചെയ്തപ്പോൾ? 50 ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോൾ. അതിൽ 30 ഷെയർ എന്ത് ചെയ്യുന്നു? 30 ഷെയർ റീഇഷ്യൂ ചെയ്യുന്നു. ദെൻ ഇപ്പോൾ റീഇഷ്യൂ ചെയ്തപ്പോഴുള്ള ലോസ് ശ്രദ്ധിച്ചോളൂ. 30 രൂപയുടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. ഇനി നോക്കുക എത്ര വരും? ₹120. This is the third situation. Then case number 4. Case number 4 ശ്രദ്ധിച്ചോളൂ. 30 shares there were issued, 8 paid up, 3 per share. Okay, 30 reissued, 8 paid up at the rate ₹3. അപ്പോൾ എത്ര അവിടെ? Loss is ₹5. Discount bar loss is equal to ₹5. ശ്രദ്ധിച്ചോളാം. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഫോർഫീറ്റഡ് ഡിസ്കൗണ്ട് കൂടി കാണിക്കണം. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് debtor to share capital account. ബാങ്കിൽ നോക്കുക. 3 into 30. 3 രൂപ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 30 ഷെയറിന് ₹90 കിട്ടും. ഫോർഫിറ്റഡ് ഷെയർസ് ആണ് ഇപ്പോഴത്തെ ഡിസ്കൗണ്ട് നോക്കുക. 5 into 30 is equal to 150. ദെൻ കോൾഡ് അപ്പ് പോർഷൻ എന്ന് പറയുന്നത് 8 ആണ്. പെയ്ഡ് അപ്പിൻ്റെ 8 into 30 is equal to 240. ഇനി ഇതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് കൊടുക്കുക. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ നോക്കുക? 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ 250 രൂപ കിട്ടി. അതിൽ 30 ഷെയർ എന്ത് ചെയ്തു? റീ ഇഷ്യൂ ചെയ്തു. അതിൽ 150 രൂപയുടെ നഷ്ടം. അപ്പോൾ എന്താണ്? 0. അപ്പോൾ എന്ത് വേണ്ട? നമുക്ക് ഈ ഒരു ജേണൽ എൻട്രിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ കേസ് നമ്പർ 5. കേസ് നമ്പർ 5 എന്താ പറഞ്ഞിട്ടുള്ളത്? 50 ഷെയർസ് were reissued fully paid for ₹5 per share. അപ്പോൾ എന്താണ്? ഫുള്ളി പെയ്ഡ് up for ₹5 per share. 5 രൂപ per share. ഇവിടെ ഫേസ് വാല്യൂ ഓർ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇസ് ഈക്വൽ ടു ₹10 ആണ്. അതിപ്പോൾ എത്രയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? ₹5 ഇഷ്യൂ ചെയ്തത്. 10 രൂപ വിലയുള്ള ഷെയർ 5 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ ലോസ് ഓഫ് ₹5. 5 രൂപയുടെ നഷ്ടമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ forfeited shares account debtor to share capital. ഷെയർ ക്യാപിറ്റലിലോട്ട് എന്ത് വരും?
ഫേസ് വാല്യൂ ഓർ ക്യാപിറ്റൽ പോർഷൻ ഇൻറ്റു 30 is equal to 300. Then forfeited നഷ്ടം എത്രയാന്ന് പറഞ്ഞാൽ 5 into 30 is equal to 150. Then ബാങ്ക് കിട്ടുന്നത് എത്രയാണ് 5 രൂപ 5 രൂപ കിട്ടും 5 rupees 5 into 30 is equal to 150 അത് 300. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. Forfeited shares account debtor to capital reserve account 250 രൂപ 50 ഷെയറിന് ഇൻറ്റു 30 ഷെയർസ് റീഇഷ്യൂന്ന് മൈനസ് 150 സീറോ. അപ്പോൾ ഇവിടെ എന്തില്ല, ഈ ജനറൽ എൻട്രിയുടെ ആവശ്യമില്ല. ഓക്കെ, ഇനി കേസ് നമ്പർ 6 നോക്കുക. 50 shares were fully reissued, fully paid up at the rate rupees 6. ശ്രദ്ധിച്ചോളൂ, അപ്പോൾ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 50 shares were fully reissued. 50 shares fully reissued. അപ്പോൾ 50 ഷെയറും റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 30 അല്ല, ഇപ്രാവശ്യം 50 ഷെയറും റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഫുള്ളി പെയ്ഡപ്പ്, അത് ഫുള്ളി പെയ്ഡപ്പാണ്, അത് rupees 5 per share എന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ജനറൽ എൻട്രി കൊടുക്കുക. ജനറൽ എൻട്രി എന്തായിരിക്കും, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ forfeited shares account debtor to share capital. ബാങ്കിന് എത്ര കിട്ടിയെന്ന് നോക്കുക. 6 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ചോളാം, ഫുള്ളി പെയ്ഡ് അപ്പ് 50 shares were fully paid up is issued for rupees 6 per share. 6 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ 6 രൂപ എന്ത് ചെയ്തിട്ടുണ്ടാകും, ബാങ്കിൽ കിട്ടിയിട്ടിരിക്കും. 50 ഷെയർ 6 രൂപ വെച്ചിട്ട് 300 രൂപ ബാങ്കിൽ കിട്ടി. ഫോർഫിറ്റഡ് ഷെയർസ് ലോസ് നോക്കുക. 6 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് പറഞ്ഞാൽ ദർ ഈസ് എ ലോസ് ഓഫ് rupees 4. 4 രൂപയുടെ ലോസ്. 50 into 4 is equal to 200. ഇതിൽ ഷെയർ ക്യാപിറ്റൽ 10 രൂപ വില. 50 into 10 is equal to 500. ഓക്കെ, ഇനി ഇതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് forfeited shares account debtor to capital reserve or capital profit. To capital profit or capital reserve ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളാം. ദർ ഈസ് എ 250 rupees 250 50 ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോൾ ഇൻറ്റു അതിലെത്ര റീഇഷ്യൂ ചെയ്യുന്നത്, 30 അല്ല, ഇവിടെ 50 ആണ് റീഇഷ്യൂ ചെയ്യപ്പെടുന്നത്. അതിൽ ഇവിടെ ലോസ് എത്രയുണ്ട് നോക്കണ്ട, ലോസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദർ ഈസ് 200 rupeesൻ്റെ ലോസ് ഉണ്ട്. ബാക്കി എത്ര ഉണ്ട് നോക്കാം. ബാക്കി എത്ര ഉണ്ടാവും, 250/50 into 50 minus 200 is equal to 50. 50 രൂപയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് വേരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്.